ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് ബിഗ് ബോസ് സീസൺ 5 തുടങ്ങുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേന് സീസൺ 5 ഇനി എത്തും. ഈ പ്രാവശ്യം എന്തൊക്കെയോ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഞാൻ വലിയ അപ്ഡേറ്റ് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല, എന്നാൽ റിവ്യൂ ചെയ്യും. അത് ഞാൻ നിങ്ങളോടെല്ലാം നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചില ലിസ്റ്റുകളൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റേ വന്ന് ചോദിക്കുന്നവരോടും പറയാറുണ്ട്, റിവ്യൂ ചെയ്യും അത്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു, നിങ്ങളിൽ കാണാൻ ആഗ്രഹമില്ലാത്തൊരു കാണണമെന്ന് ഞാൻ ഒരു നിർബന്ധവും വരികയില്ല. കാരണം ഇതിൻ്റെ അകത്തൊരു പ്രഷർ ഉണ്ടല്ലോ. ആ പ്രഷർ ഇപ്പം തന്നെ ഡോക്ടറിൻ്റെ പേര് നടക്കുന്ന ഡിഗ്രേഡിൻ്റെ പുറത്ത് നെഗറ്റീവ് വീഡിയോ ഒന്നും കാണുകയില്ല. കണ്ടാൽ പ്രഷർ കയറിയിട്ട് വീട്ടിൽ ഭർത്താവെല്ലാം വഴക്ക് പറയുന്നൊക്കെ കമൻറ്റ് വരാറുണ്ട്, ഇൻസ്റ്റ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊന്നും ഏതായാലും ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട, ആ പ്രഷറിലോട്ട് നിങ്ങൾ പോയി ചാടണ്ട എന്ന് അതാണ് എൻ്റെ ആഗ്രഹം. വെറുതെ എന്നെ റിവ്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കണ്ടോ കേട്ടോ എന്ന് ഞാൻ പറയുന്നില്ല. മാനസികാരോഗ്യം കുറവുള്ളവർ കാണണ്ട, പ്രഷർ ഷുഗർ ഒക്കെ ഉള്ളവർ. കാരണം അവരെന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്കറിയില്ല. ഗെയിം ഷോയാണ്, ഗെയിമായിട്ട് എടുക്കണം, ഇതൊക്കെ സത്യമാണ്. പക്ഷേ എന്നാലും അങ്ങനെയല്ല. അത് നമ്മളതിൽ ഇൻവോൾവ് ആയിട്ട് പിന്നെ അതിലുണ്ടാകുന്ന പ്രഷർ മുഴുവൻ നമ്മൾ തലേ കയറ്റി നമ്മളൊരു പരുവാകും. അപ്പം അത് താല്പര്യമില്ല, കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് തന്നെ വായിക്കാൻ പേടി. എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പോകും വളച്ചൊടിച്ച് വേറെ പരുവത്തിലാക്കാൻ. എന്നാലും ഇത് പറയാം. ഇതിപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ വരാറുണ്ട്, നിങ്ങൾ ആരെയും കണ്ടേച്ചല്ല, ഞങ്ങൾ ഡോക്ടറിനെ ഇഷ്ടപ്പെട്ടെ, ഞങ്ങൾ ബിഗ് ബോസ് കണ്ട്, ലൈവ് കണ്ട്, അല്ലെങ്കിൽ 24/7 കണ്ട്, ഇതൊക്കെയാണ് ഞങ്ങൾ ഡോക്ടറിനെ ഇഷ്ടപ്പെട്ടത്. നിങ്ങളെപ്പോലത്തെ യൂട്യൂബേഴ്സിൻ്റെ വാക്കുകൾ കേട്ടിട്ടല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. നിങ്ങളൊരു കമൻറ്റ് ഇടാറുണ്ട്. എനിക്കും അത് തന്നെ നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങൾ യൂട്യൂബേഴ്സ് പറയുന്ന കേട്ടിച്ച് ഡോക്ടറിനെ ഇഷ്ടപ്പെടുവോ, ഡോക്ടറിനെ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യരുത്. അതല്ലേ ഒരു വ്യക്തിത്വം. നിങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടറെ നിങ്ങൾ സ്നേഹിക്കുക. അല്ലാതെ ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ അനുകൂലമായിട്ട് പറയുന്നത് നാളെ പ്രതികൂലമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ യൂട്യൂബേഴ്സ് പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും വേണ്ട. നിങ്ങൾ എന്താണോ ഡോക്ടറിനെ മനസ്സിലാക്കിയത് അത് വെച്ച് നിങ്ങൾ ഡോക്ടറിനെ വിലയിരുത്തി നിങ്ങൾ സ്നേഹിക്കുക. അല്ലാതെ യൂട്യൂബേഴ്സ് അല്ല. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താണ്, പുരുഷന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ അരി മേടിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നു. അതാണ് അതിൻ്റെ സത്യം. സ്ത്രീകളാണ് വീട്ടിൽ അവരുടെ ഭർത്താക്കന്മാർ അരി മേടിക്കാനുള്ള ഉണ്ടാക്കുന്നുണ്ടാവാം. അവർ പിന്നെ അവരുടെ ഒരു പാഷനായിട്ടും ആൾക്കാരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അരി മേടിക്കാനും അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കുക. എല്ലാവരും അരി മേടിക്കാനാവണമെന്നില്ല, അതൊരു ഇതായിട്ട് എടുക്കുന്നതാവാം ചിലപ്പം. പക്ഷെ എന്താണേലും യൂട്യൂബേഴ്സിന്റെ വായിൽ നിന്ന് വീഴുന്ന വെച്ച് ഡോക്ടറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ഇത്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ സീസൺ 5 കൊടുമ്പിരി കൊണ്ട് ഇങ്ങോട്ട് വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് കാണാന്നൊക്കെ പറഞ്ഞു പോയി കണ്ടേച്ച് പിന്നെ അതിന് അഡിക്റ്റ് ആയിട്ട് പിന്നെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അതായി ഇതായി. ഇപ്പം തന്നെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ റിവ്യൂ ചെയ്യും. വ്യൂസ് ഉണ്ടേലും ഇല്ലേലും ഒരു ചാനലുള്ള ആയതുകൊണ്ട് റിവ്യൂ ചെയ്യും. അത് പറയണം, പലരും ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡോക്ടറിന് ഏകനസ്റ്റ് ആയിട്ട് ഇപ്പം പലരും വന്ന് പല ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തു പലതും പറയുന്നു. എന്നെ പോലെയുള്ള ചാനലുകാർ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എന്നെ മാക്സിമം തകർക്കാൻ വേണ്ടി പലരും അതുകൊണ്ട് സ്റ്റോറി പോകുന്നു, വേറെ ചാനലിൽ കൊണ്ടിട്ട് അത് വളച്ചൊടിച്ച് വേറൊരു രീതിക്ക് വീഡിയോ ആക്കുന്നു, റീലാക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ ചിലരൊക്കെ ഇന്റർവ്യൂവിൽ എൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നു. ഇതെല്ലാം സംഭവം ശരിയാണ്. അപ്പോഴും ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇന്ന് വരെ എതിരാളികളെ ഒരിരട്ടപ്പേരിട്ട് വിളിച്ചിട്ടില്ല. വളരെ വൾഗറായ ഭാഷകളൊന്നും ഉപയോഗിച്ച് അവരെ വിമർശിച്ചിട്ടില്ല. ആരോഗ്യകരമായ വിമർശനമാണ് എപ്പോഴും വന്നിരിക്കുന്നത്. അതല്ലാതെ ഒരു ഇരട്ടപ്പേരിൽ ഇന്ന് വരെ ഈ 2 പേരെ ഞാൻ വിളിച്ചിട്ടില്ല. അവരുടെ പേരാണ് ഉച്ചരിച്ച്. അതേപോലെ എനിക്ക് തോന്നുന്ന എൻ്റെതായ സ്വന്തം അഭിപ്രായങ്ങളാണ് പറയുക. അല്ലാതെ അവരെ ചീത്ത പറഞ്ഞ് ചെളിവാരി എറിഞ്ഞ് അങ്ങനെ ചെയ്യുന്നില്ല ഇവിടെ ഇത്. പക്ഷെ ഇവര് തിരിച്ച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ അങ്ങോട്ട് മാക്സിമമാണ് ഉപദ്രവിക്കുന്നത്. വീഡിയോ നിർത്തി പോകാൻ വേണ്ടിയായിരിക്കും, ഇതൊക്കെ മനസ്സിലാവും. വീഡിയോ നിർത്തി പോകാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ ഇവരെ ഒരു മോശം പറയില്ല. ഇവർ ഇന്ന പോലെ പറഞ്ഞാലേ അങ്ങനെ പറയുള്ളൂ. ഒരു ഇരട്ടപ്പേര് പോലും ഞാൻ വിളിക്കത്തില്ല, തെറി ഭാഷ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നിലും എന്തെല്ലാം പേരുകളാണ് ഇപ്പൊ സമൂഹത്തിൽ കിടക്കുന്നത്. അത് ഒറ്റ ഒരു പേര് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചില്ല. അവരുടെ ഒറിജിനൽ പേരാണ് ഞാൻ ഉപയോഗിച്ച് വിളിക്കുന്നത്. എന്തേലും പറയാനുണ്ടേ കഴിയാവതും. പക്ഷേ എങ്കിൽ നിങ്ങൾ കേട്ടല്ലോ, ഇത് മിക്ക യൂട്യൂബേഴ്സ് എന്ന് ഞാൻ പറയില്ല, എന്നാലും യൂട്യൂബേഴ്സിന്റെ കയ്യിൽ പല വോയിസ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഉൾപ്പെടെ. ഇവരെയൊക്കെ തകർക്കാൻ വേണ്ടിയോ എന്തേലും ആണ് ഉദ്ദേശമെങ്കിൽ
അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത ഒരു വ്യൂസ് കിട്ടുക എന്ന് മാത്രം ചിന്തിച്ചും അല്ലെ ഇവരെ മാക്സിമം സമൂഹത്തിൽ അങ്ങ് അഴുക്കാക്കണം, അങ്ങനെയൊക്കെ ഒരു വ്യക്തിവൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടന്നിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒലിവ് ക്രിയേഷൻ ആണേലും ഞാനാണേലും ഈ വോയിസ് ക്ലിപ്പൊക്കെ എടുത്ത് അങ്ങിടും. ഞങ്ങൾക്ക് എന്ത് നഷ്ടം വരാനാ? ഇവർ കുറെ ചീത്ത പറഞ്ഞു നടക്കും, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അല്ലെ ഇപ്പൊ ഉപദ്രവിച്ചതിന്റെ 10 ഇരട്ടി ഉപദ്രവിക്കും. ഇപ്പൊ തന്നെ എന്നെയൊക്കെ മാക്സിമം ഉപദ്രവിച്ച് കഴിഞ്ഞു, റീലും അതും ഇതൊക്കെ ചെയ്ത്. വേണേ എനിക്ക് വോയിസ് ക്ലിപ്പൊക്കെ എടുത്തിടായിരുന്നു. പക്ഷേങ്കിൽ പക്വതയുള്ള തീരുമാനം കൊണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഈ വോയിസ് ക്ലിപ്പൊക്കെ കിട്ടിയ സമയത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ചാനൽ വഴി ഒരു വോയിസ് ക്ലിപ്പ് പോലും വരികയായിരുന്നു. അതെന്ത് ഇപ്പം റോബിനെ പറ്റി എന്തെങ്കിലും ഒരു അമ്മമാർ നല്ലതും എല്ലാം പറഞ്ഞാൽ ഉദുമൽപേട്ടയിലെ അമ്മയൊരു വോയിസ് അയക്കാന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോബിനെ പറ്റി പറഞ്ഞ നല്ല കാര്യമാണ് ഇടും. അതല്ലാതെ ഒരാളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു വോയിസ് ക്ലിപ്പും ഒരു കാലത്തും എൻ്റെ ചാനൽ വഴി വരില്ലെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അത് ഇതൊക്കെ തന്നെ വെച്ച് പറഞ്ഞതാണ്. പക്ഷേ ഞാനും കൂടെ അങ്ങനെ അങ്ങോട്ട് ഇവർ ഇങ്ങോട്ട് തരുന്ന രീതിക്ക് ഞങ്ങളുടെ അങ്ങോട്ട് അങ്ങനെ ഇടപെടുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? ഇതൊന്നും ഒരിക്കലും തീരാൻ പോവുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും തന്നെ നിൽക്കും. എന്താണേലും ഞങ്ങളൊക്കെ വെറും ശൂത്തകൾ, ഞങ്ങളെയൊക്കെ എന്തും പറയാം, എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്നൊക്കെയുള്ള വിചാരം അത്ര ശരിയല്ല. ഈ പറഞ്ഞ പോലെ തകർക്കാനാണ് വോയിസ് ക്ലിപ്പൊക്കെ ഞങ്ങളുടെ കയ്യിലും ഇരിപ്പുണ്ട്, ഇല്ലാതില്ല. എൻ്റെ കയ്യിലും ഉണ്ട്, ഒലുവിൻ്റെ കയ്യിലുണ്ട്, പിന്നെ ആരുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ വലിയ കോണ്ടാക്റ്റ് ഇല്ല, അതുകൊണ്ട് യൂട്യൂബുമായിട്ടൊന്നും ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ ഇടത്തില്ല, ഒരിക്കലും ഇടില്ല. അതൊന്നും മനസ്സിലാക്കുക. ആരെ ഉപദ്രവിക്കുക, ഇനി എന്തെല്ലാം വന്നാലും എൻ്റെ ചാനൽ വഴി ഒരു വോയിസ് ക്ലിപ്പും പുറത്ത് വരത്തില്ല. ആ കാര്യത്തിൽ എനിക്ക് എൻ്റെതായ ഒരു ആദർശമുണ്ട്. അത് പറയുന്നതിന് കളിയാക്കേണ്ട കാര്യമില്ല. ആദർശം ഉള്ളതുകൊണ്ട് തന്നെ വോയിസ് ക്ലിപ്പൊന്നും പുറത്ത് വിടും. പക്ഷേ ഈ എതിർകക്ഷികളായിട്ട് നിൽക്കുന്നവരൊന്നും മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്ന അതേ അളവ് തിരിച്ചു ചെയ്യാനാണെങ്കിൽ എനിക്കും പറ്റും. അതൊന്നും പറയാതെ വീഡിയോ അതൊന്നും ഇടാതിരുന്നാൽ ശരിയല്ല. ഇപ്പം എനിക്ക് ഒത്തിരി ഭീഷണികളാണ്. അവിടെ കേസ്, ഇവിടെ കേസ്, നിറയെ കേസാണ് ഇപ്പം എൻ്റെ പേരിൽ. എന്തെല്ലാം കേസുകളാണെന്നറിയാം. ഇപ്പം എല്ലാ കേസും കൂടെയാണ് ഇങ്ങോട്ട് ഒന്നിച്ചാണ് വരുന്നത്. എല്ലാം വരട്ടെ, കുഴപ്പമില്ല. എല്ലാം ഏതായാലും വന്നാൽ പിന്നെ നമ്മളത് സഹിക്കല്ല, മാർഗ്ഗമില്ലല്ലോ. കേസല്ല എന്ത് വന്നാലും നമ്മളത് സഹിക്കല്ല, മാർഗ്ഗമില്ല. അപ്പം എല്ലാ കേസും കൂടെ ഒന്നിച്ചിഞ്ഞ് വരട്ടെ. എൻ്റെ കയ്യിലൊക്കെ ഈ വോയിസ് ക്ലിപ്പുകളും അതും ഇതുമൊക്കെ ഇരിപ്പുണ്ട്, അതും മനസ്സിലാക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.